തന്റെ മുറി മുഴുവൻ സമ്മാനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് പെൺകുട്ടി അത്ഭുതപ്പെടുന്നു. കൂടാതെ മുറി മുഴുവൻ അവൾക്ക് ഇഷ്ടപ്പെട്ട പാവകളും നിറഞ്ഞിരുന്നു. അപ്പോൾ അവളുടെ അച്ഛൻ $5 മില്യൺ വില വരുന്ന ഒരു ബാങ്ക് കാർഡ് അവൾക്ക് നൽകുന്നു. അവളുടെ മാതാപിതാക്കൾ വലിയ സമ്പന്നരാണെന്ന് കണ്ട് അവൾക്ക് അത്ഭുതം തോന്നുന്നു. അതുപോലെ അവളുടെ 5 സഹോദരന്മാർ അവൾക്ക് ഓരോ ബാങ്ക് കാർഡ് വീതവും നൽകുന്നു. പെൺകുട്ടിയുടെ പോക്കറ്റ് മണിയായിട്ട് അത് ഉപയോഗിക്കാൻ അവർ പറയുന്നു. അവളുടെ കുടുംബം എത്രമാത്രം അവളെ സ്നേഹിക്കുന്നു എന്ന് കണ്ട് അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. കഴിഞ്ഞ ദിവസം വരെ പെൺകുട്ടിയെ ദത്തെടുത്തിരുന്ന കുടുംബം അവളെ വെറുത്തിരുന്നു. അവളുടെ വളർത്തമ്മ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. ഇനി ഒരിക്കലും വീട്ടിലേക്ക് വരരുതെന്ന് പറയുന്നു. അടുത്ത നിമിഷം ഒരു വില കുറഞ്ഞ വണ്ടി അവിടേക്ക് വന്ന് നിൽക്കുന്നു. പെൺകുട്ടിയെ അവളുടെ സ്വന്തം അച്ഛനമ്മമാരുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണെന്ന് ഡ്രൈവർ പറയുന്നു. ഇത്രയും വില കുറഞ്ഞ കാറ് കണ്ടപ്പോൾ അവളുടെ വളർത്തമ്മയാവട്ടെ അവളുടെ അച്ഛനമ്മമാർ വളരെ ദരിദ്രരാണെന്ന് പറഞ്ഞ് പരിഹസിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ ഡ്രൈവർ ഈ സമയം പറയുന്നുണ്ട് വരുന്ന വഴിക്ക് തന്റെ കാറിൽ ഒരു ട്രക്ക് തട്ടിയെന്നും അതുകൊണ്ട് തന്നെ ഈ വണ്ടി റെന്റിനെടുത്തതാണെന്നും പറയുന്നു. പെൺകുട്ടിയെ ഇത്രയും നാളും നല്ലപോലെ തന്നെ സംരക്ഷിച്ചത് കൊണ്ട് തന്നെ അവളുടെ അച്ഛനമ്മമാർ ഒരുപാട് സമ്മാനങ്ങൾ ഡ്രൈവറുടെ കയ്യിൽ അവർക്കായിട്ട് കൊടുത്തയച്ചിരുന്നു. പക്ഷേ ദത്തെടുത്ത അമ്മ അവരുടെ സമ്മാനങ്ങൾ നിരസിക്കുന്നു. പെൺകുട്ടിയുടെ അച്ഛനമ്മമാർ ദരിദ്രരാണെന്നും അതുകൊണ്ട് തന്നെ അവർ കൊടുത്തുവിട്ട സമ്മാനങ്ങൾ വില കുറഞ്ഞതാണെന്നും അവർ കരുതുന്നു. ഈ കുടുംബത്തിലുള്ളവർ എത്ര പരുഷമായിട്ടാണ് പെരുമാറുന്നതെന്ന് ഡ്രൈവറിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഡ്രൈവർ അവർ സമ്മാനം സ്വീകരിക്കാത്തതിൽ സന്തോഷിക്കുന്നു. അവളുടെ കുടുംബം തന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുകയാണെന്ന് ഡ്രൈവർ അവളോട് പറയുന്നു. പെൺകുട്ടി റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള എല്ലാ വെയിട്രസും അവളെ വണങ്ങുന്നു. ഇത് കണ്ട പെൺകുട്ടി വളരെയധികം ഞെട്ടിപ്പോകുന്നു. ഇത്രയും വിലപിടിപ്പുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ തൻ്റെ അച്ഛനമ്മമാർ തന്നെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഡ്രൈവറെ പിന്തുടർന്ന് അവൾ ഒരു ആഡംബര സ്വകാര്യ മുറിയിലേക്ക് എത്തിയപ്പോൾ അവളുടെ 5 സഹോദരന്മാർ അവളെ തൽക്ഷണം വളയുന്നു. അവളുടെ അമ്മ അവളെ ആവേശത്തോടെ കെട്ടിപ്പിടിക്കുന്നു. ആ ധനികരായ മാതാപിതാക്കൾക്ക് 20 വർഷമായി തന്റെ മകളെ നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ഒരുപാട് വർഷങ്ങളുടെ തിരച്ചിലുകൾക്ക് ശേഷമാണ് അവളെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റവും വലിയ ധനികന്റെ മകളാണ് താനെന്നറിഞ്ഞപ്പോൾ അവൾ അത്ഭുതപ്പെടുന്നു. ശരിക്കും ഈ സംഭവിക്കുന്നതൊക്കെ സ്വപ്നമാണോ എന്ന് പെൺകുട്ടിക്ക് തോന്നുന്നു. ഈ സമയം അവൾക്ക് ബാത്റൂം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. പോകുന്ന വഴിയിൽ അവിടെ വെച്ച് ദത്തെടുത്ത മാതാപിതാക്കളെ കാണുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ദത്തെടുത്ത അമ്മ അവളെ കണ്ടപ്പോൾ തന്നെ കരണത്തടിക്കുന്നു. അവർ കരുതിയിരുന്നത് അവൾക്ക് അവളുടെ സ്വന്തം അച്ഛനമ്മമാർ പാവപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അവരെ ചൂഷണം ചെയ്യാൻ അങ്ങോട്ടേക്ക് വന്നതാണെന്ന്. എന്നാൽ ഈ സമയം ഡ്രൈവർ അങ്ങോട്ട് വന്നിട്ട് പെൺകുട്ടി ഏറ്റവും വലിയ ധനികന്റെ മകളാണെന്നും ആ ധനികൻ അവർക്ക് വേണ്ടിയിട്ട് $1 മില്യൺ സമ്മാനമായി ഈ ബാഗിൽ വെച്ചിരിക്കുന്നതെന്നും പറയുന്നു. എന്നാൽ പെൺകുട്ടിയുടെ ദത്തെടുത്ത അമ്മയാവട്ടെ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. ഡ്രൈവറായിരിക്കാൻ ചിലപ്പോൾ പെൺകുട്ടിയുടെ അച്ഛനെന്ന് വരെ അവർ കരുതുന്നുണ്ട്. ഈ സമയത്ത് ഡ്രൈവർ ആവട്ടെ ദേഷിച്ച് ബാഗിലുള്ള പണം മുഴുവൻ താഴേക്ക് തട്ടുന്നു. പെൺകുട്ടിയെ ദത്തെടുത്ത കുടുംബം തൽക്ഷണം സ്തബ്ധരായി.